നമസ്കാരം. ജ്യോതിഷപരമായി നോക്കുമ്പോൾ രാഹു ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. രാഹുവിന്റെ ഈ നക്ഷത്രമാറ്റം ചില രാശിക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. നിലവിൽ സൂര്യൻ ഭരിക്കുന്ന നക്ഷത്രമായ ഉത്രട്ടാതിയിൽ രാഹു നിൽക്കുന്നതിനാൽ തന്നെ സൂര്യന്റെ അനുഗ്രഹവും ഈ രാശിക്കാരിൽ വന്നു ചേരുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ രാഹു മൂലം ജീവിതത്തിലേക്ക് കടന്ന് വരിക എന്ന് വിശദമായി തന്നെ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മേടം രാശിക്കാർക്ക് രാഹുവിന്റെ അനുഗ്രഹത്താൽ വളരെയധികം അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സമ്പത്തിൽ വർധനവ് വന്നു ചേരുന്നതിന് സഹായകരമായി തീരുന്ന സമയം. ധനപരമായ ചില നേട്ടങ്ങൾ, പ്രയാസങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും അകന്ന് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. സാമ്പത്തികപരമായ മുന്നേറ്റങ്ങൾ, സാമ്പത്തികപരമായ ലാഭം പ്രതീക്ഷിക്കാവുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. കൂടാതെ പല മേഖലകളിൽ ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. സമ്പത്ത് ക്രമാതീതമായി വർദ്ധിക്കാനുള്ള യോഗം ഇവർക്ക് ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതുമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് ഇവർ. എന്നാൽ അതിനുള്ള അവസരങ്ങൾ പലപ്പോഴും ജീവിതത്തിൽ ലഭിക്കാറില്ല എന്നതാണ് വാസ്തവം. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. ഈ രാശിക്കാർക്ക് അത്തരം കാര്യങ്ങൾ നേടിയെടുക്കുവാൻ, വിജയങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ലാഭം കൈകളിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തിക നേട്ടങ്ങൾക്കായി ചെയ്യുന്നതായ കാര്യങ്ങൾ കൃത്യമായ ഫലങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. കൂടാതെ പല കാര്യങ്ങളും ഇവർ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ പോലും നടപ്പിലാക്കുവാൻ പ്രയാസമുണ്ടായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. പുതിയ വാഹനം വാങ്ങുവാൻ ഈ രാശിയിലുള്ള നക്ഷത്രക്കാർക്ക് യോഗം വന്നു ചേരും എന്നാണ് പറയുക. കാരണം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. യാത്രകൾ ജീവിതത്തിൽ അനിവാര്യമായി തന്നെ വന്നേക്കാം. എന്നാൽ ആ യാത്രകൾ മൂലം ഇവർക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ നേട്ടങ്ങൾ നിരവധിയായി മാറും. തൊടുന്നതെല്ലാം പൊന്നാക്കി മാറ്റുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ഈ നക്ഷത്രക്കാർക്ക് വന്ന് ചേരാവുന്നതാണ്. പല കാര്യങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ കാര്യ തടസ്സങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും മുന്നോട്ട് കുതിക്കുവാനും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ഇപ്പോൾ അനുഭവിക്കുന്നതായ ദുഃഖ ദുരിതങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നു എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക. കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പുണർദം, അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാർ. കർക്കിടകം രാശിക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പ്രധാനമായും സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വളരെയധികം നേട്ടങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് പരമായ ഉയർച്ച വന്നു ചേരുന്നതാകുന്നു. പങ്കാളിത്തത്തോടെ ചെയ്യുന്നതായ ഏതൊരു ബിസിനസ്സിലും വിജയങ്ങൾ കൈവരിക്കുവാൻ ഇവർക്ക് സാധിക്കും. സ്വന്തമായി ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിനുള്ള യോഗം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. സമ്പത്ത് ക്രമാതീതമായി വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. സാമ്പത്തിക നേട്ടങ്ങൾക്കായുള്ള പല പ്രവൃത്തികളും ഇവർക്ക് അനുകൂലമായി തീരും. അത്തരത്തിൽ അനുകൂലമായ ഫലങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. പുതിയ രീതിയിൽ പുതിയ മേഖലകളിൽ ബിസിനസ് വ്യാപിപ്പിക്കുവാൻ ആരംഭിക്കുവാൻ പോലും സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി ബിസിനസ്സിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. സാമ്പത്തിക ഉന്നമനത്തിനായി ചെയ്യുന്ന
പല കാര്യങ്ങളും വിജയം കാണുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വിദ്യയിൽ ഉയരുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. നിരവധിയാർന്ന സാഹചര്യങ്ങൾ വിദ്യയിൽ ഉയരുവാൻ ഇവർക്ക് വന്ന് ചേരുന്നതുമാണ്. ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ ഫലം കാണുന്നതാകുന്നു. ജോലി ലഭിക്കാനുള്ള സാധ്യത ഇവർക്ക് വളരെ കൂടുതലാണ് എന്ന് പരാമർശിക്കാം. അതിനാൽ ജോലിയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെയെങ്കിലും ഒഴിവാക്കുവാൻ ഇവർക്ക് സാധിക്കും. കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് വന്നു ചേരുക. അവസരം ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക. ചിങ്ങം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി ഭവിക്കാവുന്ന സാഹചര്യമാണ് ഉള്ളത്. ആഗ്രഹിച്ചതായ രീതിയിൽ തന്നെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ബിസിനസ് ആരംഭിക്കുവാനുള്ള യോഗം ഇവർക്ക് വന്ന് ചേരുന്നതാകുന്നു. സാമ്പത്തിക വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും. അതിനാൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നതിനാൽ അത് നേട്ടങ്ങളായി വഴി മാറുക തന്നെ ചെയ്യും. ശരിയായ വിധത്തിൽ പണം ചെലവഴിക്കുവാനുള്ള ശ്രദ്ധ ഇവർ പുലർത്തുകയും അത് ഇവർക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്ന കാര്യങ്ങളായി മാറുകയും ചെയ്യാം. സമ്പാദ്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ പല കാര്യങ്ങളും ഇവർക്ക് ചെയ്യുവാൻ സാധിക്കുന്നതുമാണ്. ജീവിതത്തിൽ പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു എങ്കിൽ പോലും അത് നടക്കാത്തതായ സാഹചര്യം ഇവർക്കുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്ന് ചേരണം എന്ന് ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. ആഗ്രഹിച്ച രീതിയിൽ തന്നെ പല കാര്യങ്ങളും നിറവേറ്റുവാൻ ഈ രാശിക്കാർക്ക് അഥവാ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. സാമ്പത്തിക ബാധ്യതകൾ പലർക്കും ഉള്ളതാണ്. എന്നാൽ സാമ്പത്തിക ബാധ്യതകളിൽ നിന്നും പുറത്ത് കടക്കുവാനോ അല്ലെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും ഇത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനോ നിങ്ങൾക്ക് സാധിക്കാവുന്നതാണ്. പുതിയ ജോലി ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ, സാമ്പത്തിക നേട്ടങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടോ ചില അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതാണ്. വിദേശത്തെ ജോലിക്കായുള്ള ശ്രമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം മനസ്സിനെ അലോസരപ്പെടുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ഇവർ തന്നെ കുടുംബത്തിന്റെ ഐശ്വര്യമായി മാറുന്ന സാഹചര്യമാണ് ഉള്ളത്. അത് പല കാര്യങ്ങളിലും പ്രതിഫലിക്കുക തന്നെ ചെയ്യും. കാര്യങ്ങൾ പൊതുവിൽ നോക്കുകയാണ് എങ്കിൽ ഇവർക്ക് അനുകൂലം തന്നെയാണ്. വന്നു ചേരുന്നതായ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുക.